ഹലോ എവരിവൺ. ക്രിസ്പർ ലേണിംഗിന്റെ പുതിയൊരു പോഡ്കാസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് ചേരുന്നത് ഐസർ ബർഹംപൂരിൽ നിന്നും ഈശ്വർ വിനായകാണ്. ഈശ്വർ ഇപ്പം ഐസർ ബർഹംപൂരിലെ 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. സോ ഐസർ ബർഹംപൂരിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ഈശ്വറിനോട് ചോദിച്ചറിയാം. ഈശ്വർ, വെൽക്കം ടു ദ ഷോ. അപ്പം എന്തൊക്കെയാണ് ഐസർ ബർഹംപൂരിലുള്ള വിശേഷങ്ങൾ? ഇങ്ങനെയാണ് നമ്മൾ 7 ഐസറാണല്ലോ ഇന്ത്യയിലുള്ളത്. അതിൽ എങ്ങനെയാണ് ഈ ഐസർ ബർഹംപൂരിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് തോന്നുന്നത്? ഐസർ ബർഹംപൂരിനെ കുറിച്ച് പറയുമ്പോൾ ഐസർ ബർഹംപൂരിന് സുന്ദരമായ ഒരു ബീച്ചുണ്ട്. ബാക്കിയുള്ള ഐസറിനെ പറ്റി നോക്കുമ്പോൾ ഞാൻ ഒരു വലിയ കമ്പാരിസണിലേക്ക് പോകുന്നില്ല, പക്ഷേ വളരെ മനോഹരമായ നല്ല ഒരു എന്താണ് പ്രകൃതി രമണീയത ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഐസർ ബർഹംപൂരിലെ ക്യാമ്പസ്, അതിൻ്റെ അകത്തെ കാര്യങ്ങളും എല്ലാം വരുന്നത്. പിന്നെ അക്കാഡമിക്സിലേക്ക് പോകുമ്പോൾ എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത് വളരെ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ട് ഉള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ എൻ്റെ ബാച്ചിൽ കുട്ടികൾ അല്പം കുറവാണ്. എന്ന് പറഞ്ഞാൽ 40 കുട്ടികൾ താഴെ ഉള്ളൂ. ഞാൻ പറഞ്ഞ 3rd ഇയർ 4th ഇയർ വരുമ്പോഴാണ് ഈ ഡിവിഷൻ വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്ന് പറഞ്ഞ ആ ഡിവിഷൻ ഉൾപ്പെടെ വരുന്നത്. ES എന്നൊക്കെ പറഞ്ഞ ഡിവിഷൻ ഉണ്ട്. അപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിൽ നമുക്ക് സാറുമാരെ എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. വളരെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനോ അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമോ അതൊന്നുമില്ല. അപ്പോൾ വളരെ എന്താ പറയുക, ഭയങ്കര ഫീസിബിൾ ആയിട്ട്, അല്ലെങ്കിൽ സാറുമാരെ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഒരു മെയിൽ അയക്കുകയോ അങ്ങനെ ഒന്നുമില്ല. ഏത് സമയം അവർ അവൈലബിൾ ആയിരിക്കും. അവരുടെ ക്യാബിനിൽ ചെന്നാൽ നമ്മൾക്ക് വളരെയധികം ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ എന്ത് ഈ അവിടെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. നമുക്കിപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ക്യൂരിയോസിറ്റിക്ക് വെറുക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും ഇവർക്കെല്ലാം അതിനുള്ള ഉത്തരങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ഐസറിലേക്ക് വരുന്നത് തന്നെ പല കുട്ടികളും ഈ കൗതുകം കൂടുതൽ ഇത് ചെയ്യാൻ തന്നെയാണല്ലോ. അപ്പൊ എല്ലാത്തിന്റെ ഉത്തരം അവരുടെ രീതിയിൽ അവർ വളരെ മനോഹരമായിട്ട് ആക്കി തരാൻ വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് നല്ല ഐസർ ബർഹംപൂരിലെ എല്ലാ കുട്ടികൾക്കും ഫീൽ ചെയ്തിട്ടുള്ള ഐസർ ബർഹംപൂർ. ഈ 2025 ഐസറിന്റെ അഡ്മിഷനിലേക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഐസർ ബർഹംപൂരാണ് ഏറ്റവും അവസാനം ഫില്ല് ചെയ്യപ്പെടുന്ന ഒരു ഐസർ എന്ന് പറയുന്നത്. പലപ്പോഴും ബർഹംപൂരിലേക്ക് അല്ലെങ്കിൽ തിരുപ്പതിയിലേക്കും പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു പുതിയ ഐസർ എന്നൊക്കെ ഒരു പേടിയുണ്ട്, ഒരു പ്രിഫറൻസ് കുറവുണ്ട്. അവിടെ അതിന്റെ മുന്നേ ഈശ്വരന് അങ്ങനെ ഉണ്ടായിരുന്നോ? എത്തിയതിനു ശേഷം എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? റാങ്ക് ലിസ്റ്റ് കണ്ട് പൊതുവെ നമ്മളിപ്പോ റാങ്ക് ലിസ്റ്റ് നോക്കിയാണല്ലോ ഐസറിനെ നമ്മൾ റാങ്ക് ചെയ്യുന്നതന്നെ. അത് എന്നെ സംബന്ധിച്ചോളം ഞാൻ അത് എവിടൊക്കെയോ ശരിയാണ്, എവിടൊക്കെയോ തെറ്റാണ്. പക്ഷെ ആകെ മൊത്തം പറയുമ്പോൾ ഒരു ഒരു മിസ്കൺസെപ്ഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഐസർ തിരുപ്പതി ആയാലും ഐസർ ബർഹംപൂർ ആയാലും താഴെ 2 തരത്തിലുള്ള വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡ് ആയിട്ടില്ല. 2 കോളേജിനും, ഐസർ തിരുപ്പതി ആയാലും ഐസർ ബർഹംപൂർ ആയാലും, അതിന് 2 കോളേജിനും അതിന്റെ ട്രാൻസിറ്റ് ക്യാമ്പസും പെർമനന്റ് ക്യാമ്പസും ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ട്രാൻസിറ്റ് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അത് ഈ പെർമനന്റ് ക്യാമ്പസ് ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ളൊരു ക്യാമ്പസും, പെർമനന്റ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന കാര്യങ്ങളും എല്ലാം ഇതാണ് പെർമനന്റ് ക്യാമ്പസ്. അപ്പോൾ പല കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആയിട്ടില്ല പെർമനന്റ് ക്യാമ്പസിലേക്ക്. ബാക്കിയുള്ള ഐസർ എടുത്ത് ഐസർ കൊൽക്കത്ത, ഐസർ പൂനെ, ബാക്കിയുള്ള ഐസർ മൊഹാലി, അവിടെ എല്ലാം ഈ പെർമനന്റ് ക്യാമ്പസ് ഒറ്റ ക്യാമ്പസുള്ള അവിടെ എല്ലാം ഉണ്ട്. ഇത് ഏറ്റവും അവസാനം സ്ഥാപിതമായ 2 ഐസർ ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി ഇനി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡ് ആയെന്നുള്ള അവകാശം നമുക്ക് ഉന്നയിക്കാൻ പറ്റില്ല. അപ്പൊ ഈ കംപ്ലീറ്റ്ലി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡ് അല്ലാത്തതുകൊണ്ട് ഐസർ തിരുപ്പതിക്കും ഐസർ ബർഹംപൂറിനും അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും ഒരു 80% മുകളിൽ ഞാൻ 2022 ഞാൻ ജോയിൻ ചെയ്തു. ആ സമയം വെച്ച് നോക്കുമ്പോൾ ബഹുദൂരം മുന്നിലാണ് ഇൻഫ്രാസ്ട്രക്ചറിനെ. ഞാൻ പണ്ട് പഠിക്കുമ്പോൾ 2022 ഞാൻ ആദ്യത്തെ വർഷങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കിപ്പോ ഒരു പല സ്കോളർഷിപ്പ് ഉണ്ടല്ലോ, അറിയാലോ, കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ഒക്കെ ഓരോ. അപ്പൊ അങ്ങനെയുള്ള സ്കോളർഷിപ്പിന് ഇപ്പൊ നമ്മൾ ഒപ്പിടാനായിട്ട് ട്രാൻസിറ്റ് ക്യാമ്പസിലേക്ക് പോകേണ്ടി വരും. ട്രാൻസിറ്റ് ടു പെർമനന്റ് ക്യാമ്പസ് ഐസർ ബർഹംപൂരിലാണെങ്കിൽ ഏകദേശം ഒരു 40-45 മിനിറ്റ് ദൂരമുണ്ട്. അപ്പൊ ഇത് നമുക്ക് വലിയൊരു ബർഡനാണ്. ബസ് ഉണ്ട്, രാവിലെ ഉണ്ട്, ഉച്ചയ്ക്കുണ്ട്, വൈകുന്നേരം ഉണ്ട്, ബസ് സർവീസ് എല്ലാം ഉണ്ട്. ക്യാമ്പസ് തന്നെയാണ്. ഐസർ TVMലൊക്കെ KSRTC വഴിയാണ് ഈ സിറ്റിയിലേക്ക് പോകുന്നത്. അവർ ട്രാൻസിറ്റ് ക്യാമ്പസ് അല്ല സിറ്റിയിലേക്ക് പോകുന്നത്. എപ്പോഴും ഇതൊരു റിമോട്ടഡ് ഏരിയയിലായിരിക്കുമല്ലോ, വലിയൊരു സ്ഥലമാവുന്നതുകൊണ്ട് റിമോട്ടഡ് ഏരിയയിലേക്കായിരിക്കുമല്ലോ. അപ്പോൾ ഈ ട്രാൻസിറ്റ് ടു പെർമനന്റ് യാത്ര എപ്പോഴും നമ്മുടെ കോളേജ് ബസ്സിൽ തന്നെ ആയിരിക്കും. അതൊന്നും വലിയ പ്രോബ്ലം ഉള്ള കാര്യമല്ല. അപ്പൊ ഈ പല ഒപ്പുകളും അല്ലെങ്കിൽ പല നമ്മൾക്ക് കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് അല്ലെങ്കിൽ എന്ത് ആവശ്യമുണ്ട് നമ്മൾ അവിടെ പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്.
ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് കംപ്ലീറ്റ്ലി ഇത് പെർമനന്റിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഐസർ ബെർഹംപൂറിന്റെ കാര്യം പറയുമ്പോൾ ഈ ട്രാൻസിറ്റ് ക്യാമ്പസിലുള്ളത് ലാബുകൾ മാത്രമാണ്. അതും പല പ്രൊഫസർമാരുടെയും പേഴ്സണൽ ലാബ്സ് ഇങ്ങോട്ട് മാറിയെങ്കിലും UG ലാബ്സ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ നമ്മൾ ലാബ് ചെയ്യില്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനില്ല, ബയോളജി, ഈ 3 വിഷയങ്ങൾക്ക് ലാബ് ചെയ്യുന്നുണ്ട്. ആ ലാബുകൾ ഇപ്പോഴും ട്രാൻസിറ്റിലാണ്. അത് ഹോപ്പ്ഫുള്ളി 1 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ്ലി മാറും. അപ്പൊ അതെങ്ങനെ മാറും? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കെമിസ്ട്രിയാണ് പറഞ്ഞാൽ NMR മെഷീൻ, അതിനൊക്കെ അവിടെയുള്ള പ്ലാന്റ് അത് ഡിസ്പ്ലാന്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് ചെയ്യുന്നത് അത്യാവശ്യം ടൈം കൺസ്യൂമിങ്ങും കോസ്റ്റ്ലിയുമായിട്ടുള്ള ഒരു മെത്തേഡും. അപ്പൊ അതുകൊണ്ട് വരുന്നൊരു കാലതാമസമാണ് ഇത് ബേസിക്കലി. തിരുപ്പതിയിലായാലും അതേപോലെയാണ്. തിരുപ്പതി എനിക്ക് തോന്നുന്നു ഐസർ ബെർഹംപൂറിനൊക്കെ കുറച്ചുകൂടെ പെർസെന്റേജ് വൈസ് നോക്കുവാണെങ്കിൽ പെർമനന്റിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ പെർമനന്റ് ക്യാമ്പസ് എന്താ അവസ്ഥ? ഒരു ഏകദേശം എത്ര പെർസെന്റേജ്? ഞാൻ പറയും ഒരു 80-85%. ഞാൻ ആകെ നമ്മൾക്ക് ഇപ്പൊ അവിടെ തന്നെ ഞാൻ വന്ന സമയത്തൊന്നും ഒരു തരത്തിലുള്ള നമ്മൾ ഷോപ്പിങ്ങിനാണെങ്കിൽ ഇപ്പോഴും വെളിയിൽ പോകേണ്ട അവസ്ഥയായിരുന്നു. 2022 കേസ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ അടുത്തൊരു ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, കഫേകളുണ്ട്, ബാർബർ സലൂൺ ഉണ്ട്. അതേപോലെ വളരെ നമ്മൾക്ക് വെളിയിൽ പോകേണ്ടത് നമ്മുടെ വളരെ കുറവാണെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള രീതിയിലേക്ക് അത് മാറി കഴിഞ്ഞിരിക്കും. പണ്ട് ഞാൻ വന്ന സമയത്ത് ഞാൻ ആദ്യഘട്ടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടായിരുന്നു, ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഒരു 85% മാറി. ഈ UG PG ലാബുകൾ മാത്രമാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുന്നത്. ഈ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കാഡമിക്സിന്റെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആയിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണോ ഈ ബെർഹംപൂരിലുള്ളൂ, അതോ അക്കാഡമിക്സിനെ ഏതെങ്കിലും രീതിയിൽ അത് ബാധിക്കുന്നുണ്ടോ? എന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടോ, ട്രാൻസിറ്റ് പെർമനന്റ്, ഈ യാത്ര ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്റെ ഒരു ചിന്ത അല്ലെങ്കിൽ എന്റെ ഒരു തോന്നൽ പ്രകാരം അതായിരിക്കും ഈ 6ഉം 7ഉം സ്ഥാനത്ത് ഐസറിന്റെ ഇത് വരുമ്പോൾ തിരുപ്പതിയും ബെർഹംപൂരും വരും. അല്ലാതെ അക്കാഡമിക് വൈസ് നോക്കുമ്പോൾ അങ്ങനെ ഒരു വലിയ ഇപ്പൊ എല്ലാവരും പറഞ്ഞ ഐസർ പൂനെയുടെ ഇതാണ് അല്ലെങ്കിൽ മറ്റേതാണ്. ലാബ് ഫെസിലിറ്റി എല്ലാ ഐസറിലും ഒന്ന് തന്നെയാണ്. ഈ ഒരു ഐസറിൽ ഇപ്പൊ 2-ന് പകരം 3 ഗ്ലൗ ബോക്സ് റൂം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഹുഡ്, ഞാൻ ഇപ്പൊ കെമിസ്ട്രി ആണാണ് പറയുന്നത്, കെമിസ്ട്രി ഒരു ഹുഡ് ചിലപ്പോൾ കൂടുതലുണ്ട്. അല്ലാതെ ഫെസിലിറ്റി വൈസും എല്ലാം ഒരു വ്യത്യാസം തന്നെ ഇല്ല. അവിടെ നമ്മൾ റിസർച്ച് ആണല്ലോ, അല്ലെങ്കിൽ ഇതാണല്ലോ പറഞ്ഞത്, അല്ലാതെ ഒരു ഇതുമില്ല. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ പ്ലസ് ടു പോലെ അല്ല, സ്പൂൺ ഫീഡിങ് അല്ല, നമ്മൾ തന്നെ എഫേർട്ട് എടുക്കേണ്ട ഒരു രീതിയിലേക്ക് വരും. അപ്പോ നമുക്ക് അക്കാഡമിക്സ് വെച്ച് മാത്രം ഐസർ ബെർഹംപൂർ ഐസർ തിരുപ്പതി താഴെയാണെന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റൂല. ഇതിന്റെ ജെന്യൂൻ ആയിട്ടുള്ള ഉത്തരം എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഒരു ട്രാൻസിറ്റ് പെർമനന്റ് എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന കമ്പാർട്ടന്റ് ആണ്. നമ്മൾ ഇപ്പൊ റീസെന്റ് ജോയിൻ ചെയ്യുന്ന പിള്ളേർ പോലും ഹെൽപ്പ് ലൈൻ വിചാരിച്ചു, ചേട്ടാ അത് ദൂരല്ലേ, അങ്ങോട്ട് പോകണ്ടേ, അത് കഷ്ടപ്പാടാവില്ലേ എന്ന് പറയുന്ന ഒരു, എനിക്ക് തോന്നുന്നു അതായിരിക്കാം പേരൻസിന്റെ ഒരു കൺസേൺ ആയിട്ട് അവർ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു ഐസർ ആസ്പിറൻസ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പം ഐസർ ബെർഹംപൂർ അവസാനത്തെ അലോട്ട്മെന്റിൽ കിട്ടി, ഐസർ എന്ന് പറഞ്ഞ പേരിന് വേണ്ടി ഐസർ ബെർഹംപൂരിലേക്ക് പോണോ, അതോ വേറെ CUET എക്സാം ഒക്കെ എഴുതിയിട്ട് വേറെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് പോണോ എന്ന് ചോദിക്കാറുണ്ട്. അതായത് ബെസ്റ്റ് CUET യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും അവൾക്ക് കിട്ടി, ആൻഡ് ഐസറിലും കിട്ടി, ഐസർ ബെർഹംപൂരാണ് കിട്ടിയത്. ആൻഡ് അങ്ങനെ ഈശ്വരനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരന്റെ ഒപ്പീനിയൻ എന്തായിരിക്കും? ഐസർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഐസർ ബെർഹംപൂരിനെ കുറിച്ച് കുറെ മിഥ്യാധാരണകളുണ്ട്. അത് ഞാൻ ആദ്യം അത് തെളിയിക്കണം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഐസറിൽ ഒരു സിസ്റ്റം ഞാൻ പറയാം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇന്റേൺഷിപ്പ് അടക്കം ചെയ്തിട്ടുള്ളതാണ്, നമുക്ക് കൂട്ടുകാരുണ്ട്. ഐസറിലെ ഒരു ഏറ്റവും വലിയൊരു അക്കാഡമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കാം. 5 ദിവസം 5 വർക്കിംഗ് ഡേയ്സ്, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. വ്യാഴാഴ്ചയാണ് നമുക്ക് ലാബ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ റിയാക്ഷൻ പഠിച്ചു, കോറി ഹൗസ് സിന്തസിസ്, നമ്മൾ വ്യാഴാഴ്ച ആ ലാബിൽ പോയി ചെയ്യുവാണ്. അത് വേറൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ആ ഒരു രീതിയിലില്ല. നമ്മൾ പഠിക്കുന്ന എന്താണോ അതിനപ്പുറം അതുപോലെ നമ്മൾ ചെയ്യുവാണ് പ്രാക്ടിക്കലി. അത് വളരെ ട്രിമെൻഡസ് ആയിട്ട് ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഐസറിനല്ലാതെ അവകാശപ്പെടാനില്ല. ഐസർ IAS ഐസർ അല്ലാതെ ഈ ഒരു അവകാശം അത് ആർക്കും ഉന്നയിക്കാനില്ല. അത് എന്താണ് പറയുന്നത്, ഇപ്പൊ ഒരു കുട്ടി ക്ലാസ്സിൽ ഇരുന്നൊരു അദ്ദേഹം പറഞ്ഞ മനസ്സിലായില്ല, അപ്പൊ അവനത് വ്യാഴാഴ്ച പോയി ചെയ്യുമ്പോൾ അവന് ഉറപ്പായിട്ടും അത് ഇപ്പൊ ബയോളജിയിൽ തന്നെ നോക്കുവാണെങ്കിൽ ക്രോസിങ് അല്ലെങ്കിൽ ഇൻസെക്ട്സിന്റെ ഓരോ കാര്യങ്ങൾ അവനത് സാറ് പറഞ്ഞിട്ട് ഈ മെയിലിന്റെ ഹെഡ് കൗണ്ട് അല്ലെങ്കിൽ ഇതാണ് ഇതൊന്നും മനസ്സിലാവില്ല. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവനെ ഗ്രാസ്പ് ചെയ്യുന്ന നാം കാണുവാണല്ലോ, അല്ലെങ്കിൽ അവനെ ചെയ്യുവാണല്ലോ. അപ്പൊ അത് വളരെ അധികമായിട്ട് കുട്ടികൾക്ക് ഗ്രാസ്പ് ചെയ്യാനും ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യം അടുത്ത ദിവസം നമ്മൾ പോയി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് അവകാശപ്പെടുന്നത്. അവർക്ക് ലാബുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ
ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച കാര്യം ചിലപ്പോൾ സെക്കൻഡ് ഇയറിന്റെ അവസാനമുള്ള ലാബിലായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് വളരെ സിസ്റ്റമാറ്റിക്. ഓർഗാനോമെറ്റാലിക്സ് ആണ്. ഞാനിപ്പോൾ കെമിസ്ട്രി ആണോ, ഞാൻ കെമിസ്ട്രി വൈസ് കൂടുതൽ എക്സാമ്പിൾസ് പറഞ്ഞു. ഓർഗാനോമെറ്റാലിക്സിന്റെ ഒരു കോഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ വ്യാഴാഴ്ച പോയി ചെയ്യുന്നത്. അത് വളരെ, അപ്പൊ ഐസറിന് വേണ്ടി മാത്രം ഐസർ പെരുമ്പൂർ എന്ന് പറഞ്ഞാൽ ഐസറിന്റെ ആ ഒരു അക്കാഡമിക് സിസ്റ്റം വളരെ ആകർഷിതമാണ്, വളരെ ഹെൽപ്ഫുൾ ആണ്. അത് വളരെ എന്താണ്, കുട്ടികൾക്കെല്ലാം അത് വളരെ സ്വീകാര്യമായ ഒന്നും കൂടെ. ഇപ്പൊ 2022 ഈശ്വർ ഐസറിലേക്ക് ജോയിൻ ചെയ്യുന്നില്ലേ? അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഐസറിന്റെ പോപ്പുലാരിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ റീസെന്റ് ടൈംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 ഐസറിന്റെ ആസ്പിറൻസിന്റെ എണ്ണമൊക്കെ ഈശ്വർ എഴുതുന്ന സമയത്തിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഒരു 3 times ഒക്കെ ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് എത്രത്തോളം പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു ഐസർ? ആൻഡ് അതിനുശേഷം ഇപ്പൊ ജൂനിയേഴ്സിന്റെ ഒക്കെ ഈ ഒരു റീസെന്റ് ടൈംസിലേക്ക് നോക്കുമ്പോൾ ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ജൂനിയേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികളുടെ എണ്ണത്തില് എന്താണ് ഈശ്വർ നടത്തുന്ന ഒബ്സർവേഷൻ? നമ്മൾക്ക് വളരെ സന്തോഷം ഉള്ള ഒരു കാര്യം കൂടാണ്. ഞാൻ പഠിക്കുന്ന ഒരു സമയത്ത് കഴിഞ്ഞ +2 കഴിഞ്ഞ എയ്തർ മെഡിക്കൽ ഓർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കൂട്ടത്തിലോട്ട് ഇപ്പൊ ഐസറും കൂടെ വരുന്നത് വളരെ സന്തോഷമാണ്. കാരണം എഞ്ചിനീയറിംഗ് നമുക്കറിയാം, ആ ഒരു എഞ്ചിനീയറിംഗ് സൈഡ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മെഡിക്കലും ആ ഒരു രീതിയിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ കമ്പാരിസൺ വരുന്നത് IIT ഐസർ അല്ലെങ്കിൽ ആ ഒരു സിനിമ. IIT എന്താണെന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. സയൻസ് പ്ലസ് ടെക്നോളജി. സയൻസിനെ ടെക്നോളജിയുടെ സഹായം കൊണ്ട് സയൻസിനെ പഠിക്കുക. പക്ഷെ ഐസറിൽ പറഞ്ഞാൽ പ്യുവർ സയൻസ്. പ്യുവർ സയൻസ് എന്താണോ സയൻസ് അത് തന്നെയാണ് നമ്മൾ വളരെ എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ എലമെന്ററി ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്, ഇത് പഠിക്കും. അപ്പോൾ പല കുട്ടികൾക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. ഈ നാട്ടില് നമുക്ക് അറിയാം, BSc ചെയ്താലും MSc ചെയ്താലും സാധാരണ ഒരു NS കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ചെയ്യുമ്പോൾ അവിടെ അവർക്ക് കിട്ടുന്ന ഒരു എന്താണ് ഒരു എക്സ്പോഷർ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സാധനങ്ങൾ അവിടെ അക്കാഡമിക് ഇത് ചെയ്തു വെച്ചേക്കുന്നത് കുട്ടികൾക്കത് ആ ഒരു സിസ്റ്റം തന്നെ അങ്ങോട്ട് അക്സെപ്റ്റബിളോ അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഐസറിലെ കുട്ടികൾ ഇപ്പൊ അറിയാൻ ശ്രമിക്കുന്നു. ആ കുട്ടികൾ നല്ലപോലെ ഈ പ്യുവർ സയൻസിനോടുള്ള ഇഷ്ടം അവർക്ക് നല്ലോണം കൂടിയിരിക്കുന്നു എന്നാണ് ഈ ഒരു ട്രെൻഡ് ഇത് ചെയ്യുന്നത്. കാരണം ഐസറിന്റെ സിസ്റ്റം അല്ലെങ്കിൽ ഐസറിന്റെ കരിക്കുലം അവർ കാണുമ്പോൾ വൺസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് പ്യുവർ സയൻസ് അവരത് ജമ്പ് ചെയ്തൊക്കെ അവരത് കൂടുതൽ അറിഞ്ഞ് അവർ അതിലേക്ക് വരുന്നു. അല്ലാതെ ടെക്നോളജി IIT പഠിക്കുമ്പോൾ പല കുട്ടികൾക്കും സയൻസ് ഇഷ്ടമാണ്. ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അവര് സയൻസിന് ബെസ്റ്റ് IIT ആണെന്നുള്ള ഒരു ധാരണയായിരുന്നു കുറെ നാൾ വരെ. പക്ഷെ അവിടെ ടെക്നോളജിക്കയുടെ ബേസിലാണ്. ഞാൻ ഒരിക്കലും IIT-യിലെ സയൻസ് മോശമാണെന്നല്ലോ. ഇവിടെ പ്യുവർ സയൻസ് ആണ്. മാത്സ് പഠിക്കുവാണെങ്കിൽ പോലും അപ്ലൈഡ് മാത്സ് വേറൊരു രീതിയിൽ തന്നെയാണ്. പ്യുവർ മാത്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. മാത്സ് എടുക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് മാത്സിന്റെ പോലും കരിക്കുലം. പക്ഷെ IIT വരുമ്പോൾ സിലബസിന് തന്നെ ഒരു വേറൊരു രീതി ഉണ്ട്. അവിടെ ടെക്നോളജിക്കലി എങ്ങനെ ആ ഒരു രീതിയിലാണ് അതിന്റെ അപ്രോച്ച്. അപ്പൊ കുട്ടികളെ കൂടുതൽ അറിഞ്ഞ് ഈ കരിക്കുലത്തിനെ കുറിച്ച് അറിഞ്ഞ് പ്യുവർ സയൻസിനേക്ക് അവരാക്കുന്ന ഒരു ഹൈക്ക് വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുട്ടികൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇപ്പൊ ഈശ്വർ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അക്കാഡമിക്സിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഐസറിൽ കൊടുക്കുന്നത്. അക്കാഡമിക്സും റിസർച്ചും. അപ്പൊ ഈ ഒരു +2 ഒക്കെ കഴിഞ്ഞു വരുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഐസറിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളിപ്പോ ഇതിങ്ങനെ പറയുമ്പം, അതായത് റിഗറസ് ആയിട്ടുള്ള അക്കാഡമിക്സ് ആണ് എന്നൊക്കെ ഒരു തോന്നലൊക്കെ നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എത്രത്തോളം ഹാർഡാണ് അവിടെ ഉള്ള സിലബസ്? ആൻഡ് അക്കാഡമിക്സ് മാത്രമാണോ ഐസർ എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും എല്ലാം ഉണ്ടോ? ഐസറില് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഭയങ്കര റിച്ച് ആണ്. ഞാൻ പറയാം, 2 രീതിയിലാണ്. സ്പോർട്സ് മീറ്റും ഉണ്ട്, നമുക്ക് കൾച്ചർ മീറ്റും ഉണ്ട്. IISM IICM, ഇന്റർ ഐസർ സ്പോർട്സ് മീറ്റും ഇന്റർ ഐസർ കൾച്ചർ മീറ്റും. 7 ഐസറും IAC നൈസറും CBSഉം ചേർന്ന് 10 ഓളം കോളേജുകൾ ചേർന്നാണ് ഈ 2 IISM-ലും IICM-ലും ഇത് ചെയ്യുന്നത്. സ്പോർട്സ് മീറ്റില് എല്ലാ ക്രിക്കറ്റ്, ഫുട്ബോള്, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ്, അതുപോലെയുള്ള കാര്യങ്ങൾ. കൾച്ചർ മീറ്റിലും അതേപോലെ ഗ്രൂപ്പ് ഡാൻസ്, ഇതൊക്കെ. അപ്പൊ ഇത് അക്കാഡമിക്സ് മാത്രം സ്ട്രിക്റ്റ് ഓൺ ആണെന്ന് പറയുന്നത് അത് തെറ്റാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് സ്പോർട്സിലോ ആർട്സിലോ ഇഷ്ടമല്ല, നിങ്ങൾക്ക് റിസർച്ച് തന്നെ പുസ്തകം മാത്രമായിട്ട് ഇത് ചെയ്യണ്ട, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇത് ചെയ്യുന്ന പല ക്ലബ്ബുകളുണ്ട്.
ഇപ്പൊ നക്ഷത്ര എന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട്. അത് കൂടുതൽ ഐസർ ബർഹംപൂരിലെ കാര്യമാണ്. അപ്പൊ അത് കൂടുതൽ ആസ്ട്രോണമി റിസർച്ച്, ആസ്ട്രോണമിയുടെ ആ ഒരു രീതിയിൽ പറഞ്ഞ അവര് മനോഹരമായ ടോക്കുകൾ നടത്തും. ISROയിലെ എന്താണ് ISROയിലെ മുൻ ഡയറക്ടർ അല്ലെങ്കിൽ അവര് മനോഹരമായ ടോക്കുകൾ നടത്തും. അത് കുട്ടികൾ വേറെ രീതിയിലാണ് ആകർഷിക്കുക. ഇപ്പൊ ഉറപ്പായിട്ടും നമ്മളൊരു പുസ്തകം മാത്രം എടുത്ത് പഠിച്ച ഒരുത്തന് അത് ഒരിക്കലും എല്ലാവർക്കും അത് സ്വീകാര്യ ആണോന്നില്ല. അപ്പൊ ഒരു കുട്ടി ഇത് ഇങ്ങനെയുള്ള ടോക്ക് കണ്ട് ഇൻസ്പയർഡ് ആ ഒത്തിരി അധികം കുട്ടികളുണ്ട്. റീസെന്റ് എന്റെ ഒരു ഫ്രണ്ട് കെമിസ്ട്രി എടുക്കണമെന്ന് വന്നിട്ട് ഇതേപോലെ ഒരു സാറിന്റെ ടോക്ക് കണ്ടിട്ട് ഉടനെ ആസ്ട്രോണമിയിൽ ഇൻട്രസ്റ്റ് കയറിയിട്ട് ഫിസിക്സ് എടുത്ത കുറെ പേരുണ്ട്, ആസ്ട്രോണമിക്കൽ ഫിസിക്സിലേക്കൊക്കെ പോയവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലും ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. സ്പോർട്സ് മീറ്റ് ഉണ്ട്, ISM ഉണ്ട്, ASM ഉണ്ട്, കൾച്ചർ മീറ്റ് ഉണ്ട്, ഇതുണ്ട്. പിന്നെ നമുക്കൊരു സയൻസ് ഫെസ്റ്റ് ഉണ്ട്, ഇൻവീനിയോ അല്ലെങ്കിൽ സ്ട്രീം എന്ന് പറയുന്ന സാധനമുണ്ട്. സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് നമുക്ക് എല്ലാവർക്കും എടുക്കുക എന്താണ് ഈ ശാസ്ത്രമേളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ജൂനിയേഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിക്കുന്ന പിള്ളേരെ 8ലും 9ലും 10ലും പഠിക്കുന്ന അവിടുത്തെ റീജിയണൽ ആയിട്ടുള്ള സ്കൂളിൽ നിന്ന് വരുന്നവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും. അത് അവരുടെ സ്കില്ലും അല്ലെങ്കിൽ അവർക്കൊരു വലിയ എക്സ്പോഷറാണ്. അപ്പോ അക്കാഡമിക്സ് മാത്രം സ്ട്രിക്റ്റ് ഓൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല. അക്കാഡമിക്സ് മാത്രം ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ അല്ലാതുള്ള മേഖലകൾ ഞാൻ പറഞ്ഞല്ലോ, എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പല വേരിയസ് ആയിട്ട് ഉള്ള ഇതുണ്ട്. ക്ലബ്ബൊക്കെ നമുക്ക് എന്താണ് പറയുന്നത്, നമ്മുടെ അക്കാഡമിക്സിന് ഒട്ടും സ്ട്രെസ് തരാത്ത രീതിയിലാണ് ഈ ക്ലബിന്റെ ഒക്കെ പ്രവർത്തനം. വളരെ മനോഹരമായിട്ടാണ്. ഐസർ ബർഹംപൂരിലെ ക്ലബ്ബുകളെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വളരെ അവർ നടത്തുന്ന ടോക്കായാലും എല്ലാത്തിനും നമുക്ക് ക്ലബ്ബുണ്ട്. കൾച്ചറലായാലും ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും എല്ലാത്തിനും ക്ലബ്ബുകളുണ്ട് അതിൻ്റെതായിട്ട്. അപ്പോൾ അതിൽ നിങ്ങളിപ്പോൾ ഒരു മെമ്പർ ആവുക അല്ലെങ്കിൽ ഇത് ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ നല്ല പോലെ മനോഹരമായിട്ട് പടം വരയ്ക്കുന്ന കുട്ടികളും ഉണ്ട് നമ്മുടെ ഐസർ ബർഹംപൂരിൽ. അപ്പോൾ ഇതൊരു അങ്ങനെ അക്കാഡമിക്സ് മാത്രം സ്ട്രിക്റ്റ് ഓൺ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില്ല. ഐസർ ബർഹംപൂർ മാത്രമല്ല, ഒരു ഐസറും അല്ല, എല്ലായിടത്തും ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം ആദ്യം ഇപ്പം ഞാനൊക്കെ ഐസറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഐസറിന്റെ അകത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് BSM STL ഡിഗ്രി എന്ന് പറഞ്ഞാൽ മാത്രം ഒരു കോഴ്സ് ഞാൻ 2016 ജോയിൻ ചെയ്യുന്ന സമയത്തുള്ളൂ. ഇപ്പം ഐസറിലെ കോഴ്സ് ഓഫർ ചെയ്യുന്നതിന്റെ ഡൈവേഴ്സിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡാറ്റ സയൻസിൽ, എക്കണോമിക് സയൻസിൽ, അതുപോലെ ഇപ്പൊ ഈവൻ ഈ ഒരു വർഷം ഭോപ്പാലില് BTech വരെ വരെയാണ്. അപ്പം ഇപ്പം ഈശ്വർ പറഞ്ഞത് വെച്ച് നോക്കുമ്പം ഇതൊരു പ്യുവർ റിസർച്ച് അല്ലെങ്കിൽ പ്യുവർ സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് മാറി പുതിയ മേഖലകളിലേക്ക് പ്യുവർ സയൻസ് എന്ന് മാറി കുറച്ചും കൂടെ അപ്ലൈഡ് ആയിട്ടുള്ള സയൻസ്, ഡാറ്റ സയൻസ് പോലെയുള്ള അപ്ലൈഡ് ആയിട്ടുള്ള സയൻസ്, BTech പോലെയുള്ള ടെക്നിക്കൽ കോഴ്സുകളും കൂടെ കൊടുക്കുന്ന ഒരു ട്രെൻഡും വന്നു തുടങ്ങുകയാണ്. അപ്പൊ അവിടെയൊക്കെ പഠിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈശ്വർ ഈ ഒരു ട്രെൻഡിന്റെ ചേഞ്ചിനെ കാണുന്നത്? ഐസർ ഓരോ വർഷം കഴിയുമ്പോഴും ചിറക് വിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഐസർ ഭോപ്പാലിലെ കാര്യം തന്നെ നമുക്കത് നമ്മളെ തന്നെ ഇതാണ്. കാരണം BTech ഇൻട്രൊഡ്യൂസ് ചെയ്തത് വളരെ ഇപ്പൊ അത് പാസ് ഔട്ട് ആയിട്ടില്ല ആരും. ഉറപ്പായിട്ടും പ്ലേസ്മെന്റ് സെല്ല് ഒക്കെ വളരെ സൂപ്പർ തന്നെയാണ് ഐസർ ഭോപ്പാൽ. അപ്പൊ ഐസർ ആ കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ വലുതാക്കണം. പ്യുവർ സയൻസ് അവിടെ തന്നെ ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഒരു അപ്ലൈഡ് സയൻസ് കൂടെ ഐസറിന്റെ ആയിട്ടുള്ള രീതിയിൽ ഇത് ചെയ്യുവാണ്. ഇനി ഐസർ ബർഹംപൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇതിന്റെ കൂടെ തന്നെ എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ് EES എന്ന് പറഞ്ഞു. എർത്ത് ആൻഡ് എൻവയോൺമെന്റ് ആണ്. അത് ഐസർ മൊഹാലി വരുമ്പോൾ എർത്ത് ആൻഡ് അറ്റ്മോസ്ഫറിക് സയൻസ് ആവുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ തോന്നുന്നു. അപ്പോൾ അവിടെ എർത്ത് ആൻഡ് എൻവയോൺമെന്റ് വേരിയസ് ഇതിലേക്ക് നമുക്ക് പോകാം. ആസ്ട്രോണമിയിലേക്ക് പോകാൻ വളരെ ഇതായിട്ട് പോകാം. ഭയങ്കര ഒരു ജോലി സാധ്യതയും അല്ലെങ്കിൽ അങ്ങനെ തരുന്ന ഒരു മേഖലയും കൂടെ ES. അതേപോലെ ഡേറ്റ സയൻസ് മേജറായിട്ട് ഐസർ ബർഹംപൂരിൽ ഈ വർഷം വന്നിട്ടില്ല. റീസെന്റ് തന്നെ അത് വരും, മേജർ എടുക്കാനുള്ള സാധനം. അതിന്റെ പ്രോസസ്സും അതിലെ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ മൈനർ എടുക്കാം നമുക്ക് CDS. പക്ഷെ പല വേറെ ICSലും അത് മേജറായിട്ട് എടുക്കാം. അതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് എന്താണ് പറയുന്നത്, ഐസർ ഈ IIT ഒക്കെ ഫേസ് ടു ഫേസ് കോമ്പറ്റീഷൻ വരുന്ന രീതിയിലാണ് അവിടുത്തെ ഫാക്കൽറ്റീസിന്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ആ കരിക്കുലം സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. എന്നെ എപ്പോഴും ഐസറിലേക്ക്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നെ എപ്പോഴും ഐസർ എന്ത് ഇത് ചെയ്താലും ആ കരിക്കുലം സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോ എല്ലാം ആ തുടങ്ങുന്നത് ഭയങ്കര ബേസ് ചെയ്താണ് നമ്മളെ ഇത് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നമ്മൾ എല്ലാ കോഴ്സും പഠിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ES പഠിക്കണം, അങ്ങനെയുള്ള ഇത് പഠിക്കണം. എന്നിട്ട് നമ്മൾ തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ നമ്മൾ കോറിലേക്ക് കയറുന്ന ട്രാൻസിഷൻ ഭയങ്കര സ്വീറ്റ് ആണ്. ഏറെക്കുറെ എന്ന് പറഞ്ഞാൽ അത് നല്ല സുഖമായിട്ടുള്ള വെയിലാണ്.
അല്ലാതെ നമ്മൾ ഉടനെ കോറിലെത്തിയിട്ട് ഇനി നീ പുറകിൽ നിന്ന് പഠിച്ചോ അങ്ങനെ ഒരു രീതിയില്ല. നല്ല ബേസ് ക്ലിയർ ആക്കി നല്ല രീതിയിലാണ് ആ കരിക്കുലം സ്ട്രക്ചർ ചെയ്തത്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ പുതിയ കോഴ്സുകൾ വരുമ്പോൾ അത് ഐസർ ബാക്കി ഇതുപോലുള്ള IIT NIT ആയിട്ടൊക്കെ ഫേസ് ടു ഫേസ് കോമ്പറ്റീഷന് തയ്യാറായി നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ആവുന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഐസറിന്റെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇയർ ബൈ ഇയർ ആയിട്ടുള്ള ഫീ സ്ട്രക്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2016 നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ട്യൂഷൻ ഫീ എല്ലാം ഒരു സെമസ്റ്റർ ഫീ ഒക്കെ തിരുവനന്തപുരത്ത് വന്നിരുന്നത് ഏകദേശം 22,000 രൂപ. പിന്നെ അതിന്റെ കൂടെ മെസ് ഫീ അങ്ങനെയായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ഐസർ തിരുവനന്തപുരത്തിന്റെ ഒക്കെ ഫീ സ്ട്രക്ചർ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു മെസ് ഫീ അടക്കം മോർ ദാൻ 90,000 ഒക്കെ എന്തായാലും ഒരു സെമസ്റ്ററിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഒരു വിദ്യാർത്ഥി ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഐസറിന്ന് പഠിച്ചിറങ്ങാൻ ഏകദേശം ഒരു 6-7 ലക്ഷം രൂപ ചെലവ് വരും. അപ്പൊ അത് എത്രത്തോളം ഫീസിബിൾ ആണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഐസറിൽ പഠിക്കാന്നുള്ളത്? ആൻഡ് അതിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ഐസറിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുമോ? ഉറപ്പായിട്ടും നിരവധി സ്കോളർഷിപ്പുകളുണ്ട്. ഇപ്പോ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇയർ ഡ്രോപ്പ് ചെയ്യാതെ വരുന്ന ഒരു +2 കഴിഞ്ഞിട്ട് ഉടനെ കിട്ടുകയാണെങ്കിൽ ഇൻസ്പയർ സ്കോളർഷിപ്പ് ഉണ്ട്. അത് കോളേജ് ഒരു കട്ട് ഓഫ് നിർണ്ണയിക്കും. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു കേരള സ്റ്റേറ്റ് ബോഡി പഠിച്ചവർക്ക് 94 അബോ അങ്ങനെ എന്തോ ആയിരുന്നു കട്ട് ഓഫ്. അപ്പോൾ അങ്ങനെ ഒരു കട്ട് ഓഫ് വെക്കും. അതിന് മുകളിലുള്ളവർക്ക് ഇൻസ്പയർ സ്കോളർഷിപ്പ്. ഇനി കാറ്റഗറി ബേസ്ഡ് ആയിട്ടാണ് ഇതേപോലെ തന്നെ ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. അപ്പോൾ അത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും ആണ്. ഇതുപോലെ സ്കോളർഷിപ്പുകൾ കുറേ ഉണ്ട്. അപ്പോൾ അത് ഒരു ഇതാവും തോന്നില്ല. പക്ഷേ ഈ ഒരു ഓരോ സെമ്മും ഞാൻ പഠിക്കുമ്പോഴുള്ള ഫീസ് അല്ല ഇപ്പൊ ഓരോ വർഷം തോറും. ഈശ്വരന് എത്രയായിരുന്നു ഫീസ് വന്നിട്ടുണ്ടായിരുന്നത്? എനിക്ക് 54,200. ആദ്യത്തെ സെമ്മില് എനിക്ക് 59 ആയിരുന്നു. ഇപ്പൊ ഞാൻ അടച്ചോണ്ടിരിക്കുന്നത് ഫസ്റ്റ് കോഷൻ ഡെപ്പോസിറ്റ് അങ്ങനെ ഉണ്ട്. ഇപ്പൊ അടയ്ക്കുന്ന 54,200 54,200 രൂപ ഐസർ ബെർഹംപൂരിലെ കാര്യമാണ്. പക്ഷെ ഇത് തന്നെ വ്യത്യാസമുണ്ട്. ഐസർ കൊൽക്കത്തയിൽ ഇത്ര ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്റെ ബാച്ചിൽ പഠിക്കുന്നത്. അപ്പം ഇനി ഈ സെം ബ്രേക്കിന്റെ ഇടയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 സെമ്മിന്റെ ഇടയിൽ 1 മാസം ബ്രേക്കും പിന്നെ അടുത്ത 2 സെം അതായത് ഇയറിന്റെ ഇടയിൽ വരുന്ന ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു 3 മാസമാണ്. ഈ ഒരു 4 മാസം അല്ലെങ്കിൽ ഈ 1 മാസം 3 മാസവും ഈ ബ്രേക്കിന്റെ സമയത്ത് സാധാരണ എങ്ങനെയാണ് ഈശ്വർ സ്പെൻഡ് ചെയ്യാറുള്ളത്? ഇന്റേൺഷിപ്പുകൾക്ക് വേണ്ടി പോവുകയാണോ ചെയ്യുക, അതോ വീട്ടില് ജസ്റ്റ് ചില്ലായിരിക്കുകയാണോ ചെയ്യുക? ഇത് നല്ല ചോദ്യമാണ്. കാരണം ഇത് അങ്ങനെ ആർക്കും അധികം അറിയാത്ത കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഐസർ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐസർ ആസ്പിറൻസിനോ അധികം അറിയാത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഐസറിന്റെ കലണ്ടർ എടുക്കുവാണെങ്കിൽ അത് നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന ഓഗസ്റ്റിലാണ്. ഡിസംബർ വരെ ഒരു സെം, അത് ഡിസംബർ ഫസ്റ്റ് വീക്ക് വരെ, പിന്നെ ജനുവരി മുതൽ മെയ് മാസം വരെ. അപ്പൊ നമുക്ക് കിട്ടുന്ന അവധി എന്ന് പറഞ്ഞാൽ ഡിസംബർ 1 മാസം, പിന്നെ മെയ് ജൂൺ ജൂലൈ, ഈ 3 ടോട്ടലി 4 മാസം. ഡിസംബറിലും മെയ് ജൂൺ ജൂലൈ. ഈ ഡിസംബറിലാണ് നമ്മുടെ സ്പോർട്സ് മീറ്റ്, കൾച്ചർ മീറ്റ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഡിസംബർ ഫസ്റ്റ് വീക്ക് പരീക്ഷ കഴിഞ്ഞ് മോസ്റ്റ് പ്രോബ്ലി ഒരു 20 ഡിസംബർ 20-ലാണ് ഈ സ്പോർട്സ് മീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോകാം, സ്പോർട്സ് മീറ്റ് ഇത് ചെയ്യാം. മോസ്റ്റ്ലി കുട്ടികൾ അതിന് പോകുന്നവര് അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് ആ ഡിസംബർ മാസം അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ കൾച്ചർ മീറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് മീറ്റ് ആ ഒരു രീതിയിലായിരിക്കും അവർ ചെലവഴിക്കുന്നത്. അത് കഴിഞ്ഞ് 10 ദിവസം വല്ലതും വീട്ടിൽ പോകും. അങ്ങനെ ഇത് ചെയ്യും. ഇനി ഈ വരുന്ന 3 മാസങ്ങളിൽ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഐസറിൽ കമ്പൽസറി അല്ല. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ 5th ഇയർ നമുക്കറിയാം MS തീസിസ് ഉണ്ട്, നമുക്ക് തീസിസ് ഉണ്ട്. ആ തീസിസ് നമ്മൾ ഒന്നും അറിയാതെ ഒരാൾക്ക് ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ചെയ്യുന്നെങ്കിൽ പോലും ഒരാളെ ആദ്യം മുതലേ പണി പഠിപ്പിക്കണം. ഇത് കറക്റ്റ് അത് പണി പഠിപ്പിക്കുക തന്നെയാണ്, പണി ചെയ്യുവാണല്ലോ നമ്മൾ തീസിസ്. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ഇന്റേൺഷിപ്പ് ഒരിക്കലും മാൻഡേറ്ററി അല്ല ഐസർ ഇതില്. കാരണം പല യൂണിവേഴ്സിറ്റിയിലും ഒരു ക്രെഡിറ്റ് പോലെയാണ്. ഇവിടെ അങ്ങനെയല്ല, ഒരു ക്രെഡിറ്റോ കാര്യങ്ങളോ ഇല്ല. നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ എടുക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഇന്റേൺഷിപ്പ് 1 വർഷം പോലും മിസ്സാക്കിയിട്ടില്ല, ഞാൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഈ 3 മാസത്തിൽ എല്ലാ കുട്ടികളും ചെയ്യുന്ന 60 to 75 ദിവസമാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 2-2.5 മാസമാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ അത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞാൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ പിള്ളേർക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും അവരെടുക്കാൻ സാധ്യത കുറവ്. കാരണം അവർക്ക്
+2 കഴിഞ്ഞ് വന്ന ഒരു വർഷം പഠിക്കും. +2 ഒരു ജസ്റ്റ് ഒരു ഹൈ ലെവൽ മാത്രം അവർ പഠിക്കുന്നുണ്ട്. അവർക്ക് അധികം കാര്യങ്ങളെ ഒരു അറിവില്ലാത്തതുകൊണ്ട് ആൾക്കാർ എടുക്കുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് എല്ലാവരും എടുത്തു തുടങ്ങും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലും വെളിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലും എടുക്കും. ഞാൻ എല്ലാവരോടും പറയുന്നത് ഇന്റേൺഷിപ്പിന് പോകണം. അത് പോകുന്നത് വളരെ നല്ലതാണ്. MS തീസിസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്മെന്റ് അത് വളരെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. എനിക്കത് വളരെ ബെനിഫിഷ്യൽ. ഞാൻ ആദ്യത്തെ വർഷം എൻ്റെ കോളേജിൽ തന്നെ, രണ്ടാമത്തെ വർഷം BHUവിലുമാണ് പോയത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വാരണാസിയിലുമാണ് ചെയ്തത്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഡയറക്റ്റ് ഡെസേർട്ട് MS തീസിസിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഞാൻ പഠിച്ചത് ഇനി അത് എനിക്ക് ആദ്യം മുതലേ പഠിച്ചു വരണ്ട. അപ്പൊ അതൊരു വലിയ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാവരും ഇന്റേൺഷിപ്പ് ചെയ്യണം. പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർക്ക് നമുക്ക് ഇത് തന്നെ നമുക്ക് അവിടെ ഇപ്പൊ വേറൊരു ഇപ്പൊ നമ്മൾ IIT-യിലാണ് ചെയ്യുന്നത്, അവിടുന്ന് ഒരു കണക്ഷൻ, അവിടുത്തെ ഒരു കണക്ഷൻസ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതൊരു വളരെ ഹൈലി എക്സ്പോസർ ആണ് നമുക്ക് കിട്ടുന്നത്. അത് ഫസ്റ്റ് ഇയറിൽ മാത്രം കുട്ടികൾക്ക് കിട്ടാൻ ഒരു ചെറിയ ഇത് കാണും. കാരണം പലരും ഒരു ക്യാപ്പിംഗ് വെക്കും. CGPA ആയാലും ഒക്കെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. സെക്കൻഡ് ഇയർ ആകുമ്പോൾ എല്ലാവർക്കും കിട്ടാനുള്ള നല്ല സാധ്യത. കാരണം ഐസർ ടാഗ് വെച്ചിട്ടായിരിക്കും. പലപ്പോഴും ഐസറിലേക്ക് കുട്ടികൾ എത്തുന്ന ഒരു കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുന്നേ, ഞങ്ങള് 2016 ആ ഒരു സമയത്തൊക്കെ നീറ്റ് അല്ലെങ്കിൽ JEE എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിലായിരുന്നു ഐസർ. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് ഐസർ എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു കോളേജ് എന്നുള്ള രീതിയിലാണ് ഐസറിലേക്ക് ആളുകൾ വരുന്നത്. അപ്പം ഇപ്പൊ കുട്ടികൾ വരുന്നത് ഐസറിന് വേണ്ടിയിട്ട് തന്നെ ആണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്, ഐസറിന് വേണ്ടിയിട്ട് തന്നെ എനിക്ക് പഠിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിട്ട് വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഈശ്വറിന്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു? ഈശ്വർ എങ്ങനെയാണ് ഐസറിലേക്ക് എത്തിപ്പെടുന്നത്? ഞാനും ഇതേപോലെ തന്നെ ഒരു +2 കഴിഞ്ഞിട്ട് ഞാൻ ഐസർ എക്സാം എഴുതിയിട്ടില്ല. ഞാൻ നീറ്റാണ് എഴുതിയത്. ഞാൻ ഒരു വർഷം നീറ്റിന് വേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്തത്. പക്ഷേ നീറ്റിനല്ല എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്, എനിക്ക് JEEക്കാണ് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയത്. ഞാൻ എല്ലാ എക്സാംസും ഒന്ന് എഴുതി. എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇയറിലേക്ക് എനിക്ക് +2 കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് നീറ്റ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്. അതിപ്പോ എന്താണ്, നമ്മുടെ ഫാമിലി പ്രഷർ ആണോ അല്ലെങ്കിൽ പിയർ പ്രഷർ ആണോ എന്നറിയത്തില്ല. നീറ്റ് ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈഗോ ഹേർട്ടിങ് സാധനം എടുക്കും. എന്ന് പറഞ്ഞാൽ ഇവന് കിട്ടൂല എന്ന് പറയുന്ന ഒരു സാധനം കൂടുതൽ അടിക്കുന്നുണ്ട്. നമ്മുടെ ഈഗോ ഹേർട്ടാണ് അത് കിട്ടണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു ആദ്യം. അപ്പോ ഒരു വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്തത് നീറ്റിന് വേണ്ടിയാണ്. പക്ഷെ എനിക്ക് നീറ്റിന് നല്ല സ്കോർ ചെയ്യാൻ പറ്റില്ല റിപ്പീറ്റ് ചെയ്തിട്ട്. ഞാൻ പക്ഷെ ആ വർഷം കുറെ എക്സാംസ് എഴുതി. എൻ്റെ വർഷം CUET ഞാൻ ഐസർ ജോയിൻ ചെയ്തിട്ടാണ് തോന്നുന്നു വന്നത്. ഞാൻ CUET എഴുതിയിട്ടില്ല. അപ്പൊ ആ വർഷം ഞാൻ കുസാറ്റ് എഴുതി, JEE എഴുതി, കീം എഴുതി, ഐസർ എഴുതി, എല്ലാം എഴുതി. അപ്പൊ ഐസർ നെക്സ്റ്റ് എഴുതി, നൈസറിന് വേണ്ടിയുള്ളത്. അപ്പൊ ഐസറിന് പോയി എഴുതുമ്പോൾ എനിക്ക് എന്താണ് ഐസർ അല്ലെങ്കിൽ ധാരണ ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഉറപ്പായിട്ടും ഇത് തന്നെയായിരുന്നു, മെഡിക്കൽ അല്ലെങ്കിൽ ആ ഒരു ഇതിലായിരുന്നു എൻ്റെ ജേണി പറയുകയാണെങ്കിൽ മെഡിക്കലായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇതിലൊരു കമ്പാരിസൺ വെച്ചു. എനിക്ക് JEEക്കും നല്ല എനിക്ക് NIT കിട്ടി, IIT കിട്ടില്ല, അഡ്വാൻസ്ഡ് എനിക്ക് അത്ര ഇതാകുന്നില്ല. മെയിൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് NIT കിട്ടി, നല്ല NIT കിട്ടി, കാലിക്കറ്റ് ഉൾപ്പെടെ കിട്ടി. ഇവിടെ നോക്കുവാണെങ്കിൽ ഐസറും കിട്ടി. അപ്പൊ ഇത് വെച്ചുള്ള കമ്പാരിസണിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കരിക്കുലം അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് പറഞ്ഞ ഫീഡ്ബാക്ക് ഒരു രീതിയിലും എനിക്ക് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ എന്നോട് ഇപ്പൊ പലരും ചോദിക്കാറുണ്ട്. കാരണം ഇതൊരു പ്രൊഫഷണൽ ഡിഗ്രി അല്ലല്ലോ. NIT അല്ലെങ്കിൽ IIT എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. അവിടെ ഒരു പ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ട്, നിങ്ങളൊരു ജോലിയിൽ പ്ലേസ്ഡ് ആവും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരു LPA പാക്കേജോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എന്നോട് പലപ്പോഴും ആൾക്കാർ ഇപ്പൊ ചോദിക്കാറുണ്ട്, നിനക്ക് അതും കിട്ടിയതല്ലേ, റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയും എനിക്ക് ഒരിക്കലും റിഗ്രറ്റ് ഇല്ല. കാരണം എനിക്ക് ഈ ഒരു വേദനയാണ് എനിക്ക് സ്വീകാര്യമായതും, അല്ലെങ്കിൽ ഞാൻ ആരെയും പുഷ് ചെയ്യല്ല ഇങ്ങോട്ട്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ പ്യുവർ സയൻസിനോടുള്ള അതിയായ ഇഷ്ടം, അല്ലെങ്കിൽ ഈ കരിക്കുലം സ്ട്രക്ചർ ചെയ്തേക്കുന്ന രീതി, ഇതൊക്കെ എന്നെ ഐസറിലേക്ക് നല്ലോണം എന്നെ എന്താണ് പറയുന്നത്, അങ്ങോട്ട് ആ ഒരു വേ ചൂസ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ ഐസറിന് വേണ്ടി ആയിരുന്നില്ല. ഈ പറയുന്ന പോലെ തന്നെ അന്ന് ഇപ്പൊ കുട്ടികൾ അറിയുന്നില്ല അത്രയും. ഇപ്പൊ പറഞ്ഞല്ലോ സാർ മുന്നത്തെ തന്നെ, ഇപ്പോഴാണല്ലോ ഒരു പീക്ക് വന്നത് ആ കുട്ടികളുടെ. ആ സമയത്ത് എനിക്ക് ഐസറിനെ കുറിച്ച് അറിയാമായിരുന്നു. പക്ഷെ ഞാൻ അവസാന ഘട്ടത്തിലാണ് NIT vs ഐസർ എന്ന് പറയുന്ന കമ്പാരിസണിൽ വന്നപ്പോൾ എനിക്ക് ഐസർ കൂടുതൽ അറിയാനും കൂടുതലും ഞാൻ ഈ വേ ചൂസ് ചെയ്യാനുള്ളത്. ഈശ്വർ, ഈ ഒരു ഐസറിലേക്ക് പോവാം എന്നുള്ളത്
ചൂസ് ചെയ്തത്, അത് രണ്ടാമത്തെ വർഷം അത് റിപ്പീറ്റ് ചെയ്തതിന് ശേഷമാണ് എഴുതിയത് എന്ന് പറഞ്ഞല്ലോ. ഉം. അപ്പൊ ഏത് ഒരു സമയത്താണ് ഐസറിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്? ആഹ് അത് നല്ല ചോദ്യമാണ്. കാരണം നമ്മള് നീറ്റ് പഠിക്കുക, നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വർഷം നീറ്റിനല്ല ഏത് എക്സാമിനേഷൻ കഴിക്കുമ്പോഴോ നമുക്ക് പിന്നെ ഒരു വർഷം കളയരുത് എന്ന് പറയുന്ന ഒരു ബാക്കപ്പ് പ്ലാൻ തയ്യാറാക്കുമല്ലോ എല്ലാവരും. ഒരു ബാക്കപ്പ് പ്ലാൻ ഞാൻ നല്ല ആദ്യമേ നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു നല്ല ബാക്കപ്പ് പ്ലാൻ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഐസർ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഐസർ മാത്രമല്ല ഇത്, ഞാൻ ആ സമയത്തോളം ഏതാണ്ട് 9ഓളം ഇത് എഴുതി, കുസാറ്റ് അല്ലെ വിവിധ തരം എക്സാമിനേഷൻ എഴുതി. അപ്പോ എനിക്കറിയാം ഞാൻ എഞ്ചിനീയറിംഗിന് പോകത്തില്ല, ഗെയിം കിട്ടിയാലും ഞാൻ എഞ്ചിനീയറിംഗ് പോകത്തില്ല. പക്ഷെ അന്ന് എന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഞാൻ ഇപ്പൊ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കിട്ടും, അങ്ങനെ ചിലപ്പോൾ ഞാൻ മോട്ടിവേറ്റഡ് ആവും, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നുണ്ടെന്ന് എനിക്കൊരു ധാരണ ഉണ്ടാവാം. അന്നൊക്കെ വെച്ചായിരിക്കും ഞാൻ അന്ന് എഴുതിയത്, അല്ലെങ്കിൽ ഒരു നല്ല ബാക്കപ്പും ഞാൻ വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഐസർ എനിക്കൊരു ബാക്കപ്പ് ഇതുപോലെ വന്നതാണ്. ലേറ്റർ സ്റ്റേജസിലാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അറിഞ്ഞതും ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വേ ചൂസ് ചെയ്തു. എന്നോട് പലപ്പോഴും മലയാളികളായിട്ടുള്ള കുട്ടികളോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് കുട്ടികൾ ചോദിക്കുന്ന കാര്യമാണ്, ഐസർ തിരുവനന്തപുരം അല്ലാത്ത അതർത്താൻ നമ്മളുടെ നാട്ടിലുള്ള ഐസറിലേക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും കുട്ടികൾക്കൊരു മടിയുണ്ട് അല്ലെ, നാട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ നാട്ടിലെ ഭക്ഷണം, നാട്ടിലെ കൾച്ചർ, അതിലൊക്കെ ഇങ്ങനെ ഇഴകി ചേർന്ന് ജീവിക്കാനാണ് എല്ലാവരുടെയും ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ദൂരെ മാറി നിന്നിട്ട് ഒഡീഷയിലാണല്ലേ ഐസർ ബർഹംപൂർ. അപ്പൊ അവിടെയൊക്കെ പോയി പഠിക്കുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളും അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസും ഒക്കെ എന്തായിരിക്കും? ഇത് ആദ്യം തന്നെ പറയാം, എന്റെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ഐസർ ടി വി. എന്റെ ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസിൽ എന്റെ ചോയ്സിൽ ഏറ്റവും ലാസ്റ്റ് ആണ് ഐസർ ടി വി. അപ്പോ ഞാൻ ഏറ്റവും വേണമെന്ന് വെച്ചത് ഈ എന്താണ് പറയുന്നത്, നമ്മുടെ ഒരു എക്സ്പോസറാണ്. വലിയ രീതിയിൽ എനിക്കൊരു എക്സ്പോസർ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് +2 കഴിഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് പഠിക്കരുത് മീൻസ് എനിക്ക് എക്സ്പോസർ വേണമായിരുന്നു. ഞാൻ ഉറപ്പായിട്ടും ഞാൻ ആരെ ഇങ്ങനെ പുഷ് ചെയ്യുമല്ല എൻ്റെ ഒരു ഇതിലേക്ക് വരണമെന്ന്. പക്ഷെ ഞാൻ പേഴ്സണലി നോക്കുവാണെങ്കിൽ എനിക്ക് അതിനൊരു എക്സ്പോസർ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു വളരെ നല്ല തീരുമാനമായിട്ട് തോന്നി. കാരണം ഇത് നമ്മൾ വെളിയിൽ പോകുമ്പോൾ ഇപ്പൊ ടി വി എം പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി കേരളത്തിന്റെ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസും കാണും. പക്ഷേ നമ്മൾ മലയാളികളാണ്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയോടും കൂടുതൽ നമ്മൾ ഇന്ററാക്ഷൻ ഒരു എവിടെ സ്ലൈറ്റ്ലി ഒരു ചാൻസ് ഒരു മല്ലു ടു മല്ലു ഇന്ററാക്ഷൻ ആയിരിക്കും എപ്പോഴും കൂടുതൽ ഐസർ ടി വി എം. കാരണം എനിക്ക് ടി വി എം ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉൾപ്പെടെ പറയുന്നത്. ഇത് അല്ലാത്തവരും ഉണ്ട് പക്ഷെ ഇവിടെ പോകുമ്പോൾ നമ്മള് എന്താണ് പറയുന്നത്, നമ്മൾ കുറച്ചുകൂടെ നമ്മൾ പ്രഷറൈസ്ഡ് ആവുകയാണോ എന്ന് പറഞ്ഞില്ല, നമ്മൾ മിണ്ടേണ്ടി വരും ബാക്കിയുള്ളവരോട്. അല്ലെങ്കിൽ നമ്മൾ ഇത് ഈ പറഞ്ഞ ഹോം സിക്നെസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എന്താണ് റീജിയണൽ ചാലഞ്ചസ് അത് ഫസ്റ്റ് ഇയർ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെമ്മേ ഉള്ളൂ. സെക്കൻഡ് സെമ്മിൽ നമ്മളെല്ലാം ബ്രേക്ക് ചെയ്യും. കാരണം ഇത് കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇതാണല്ലോ എന്ന് പറഞ്ഞാൽ വീണ്ടും കോളേജിന്റെ തൊട്ടപ്പുറത്തുള്ളവൻ പോലും കോളേജിൽ തന്നെ നിന്ന് പഠിക്കണം. അതാണല്ലോ ഐസറിന്റെ സിസ്റ്റം. അപ്പൊ നമ്മൾ എല്ലാവരോടും ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്ത് നമ്മൾക്കുള്ളാവുന്ന ഒരു എന്താണ് പറഞ്ഞ ഒരു ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ തന്നെ അറിയാൻ നമ്മൾ മറികടക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള റീജിയണൽ ചാലഞ്ചസ് എനിക്ക് ആദ്യം തന്നെ ഈ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ എനിക്കത് ഭയങ്കര എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് വേറെ നാട്ടിൽ പോവാം അല്ലെങ്കിൽ ഇത് ചെയ്യാം, അങ്ങനെയായിരുന്നു ഞാൻ ഇപ്പൊ ഇന്റേൺഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ പോലും ഞാൻ പറഞ്ഞില്ലേ വാരണാസിയിലാണ് ചൂസ് ചെയ്തത്. അപ്പൊ ഞാനും അങ്ങനെയാണ്, ഞാൻ പല വേറെ സ്ഥലത്തോട്ട് പോയി അല്ലെങ്കിൽ ആ ഡൈവേഴ്സിറ്റി എനിക്ക് അറിയാൻ ഇഷ്ടമാണ് ഒരു വിസ. അതേപോലെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ എക്സ്പോസ് വേണമെന്നുള്ള ഉറപ്പായിട്ടും അതായത് ഐസർ ടി വി എം ചൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ പേഴ്സണലി പറയുന്നത്. കാരണം അതാണ് നമുക്ക് കൂടുതൽ, കാരണം എനിക്ക് നല്ല ലാംഗ്വേജ് ബാരിയർ ഉള്ളതാണ്. ഞാൻ 8ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിലും ഫുൾ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. അപ്പോൾ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് നല്ല ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. ഇംഗ്ലീഷ് പറയുന്നതിലും ഹിന്ദി അറിയുകയില്ല, നമ്മൾ സിനിമ കണ്ട് പഠിച്ച ഹിന്ദി അറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്കിന്ന് ഹിന്ദി സംസാരിക്കാം, അല്ലെങ്കിൽ മനസ്സിലാവും, ഇംഗ്ലീഷ് പറയാം മനസ്സിലാവും. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വന്നുണ്ടെങ്കിൽ ഐസർ ടി വി എം വന്നാൽ ഞാൻ എൻ്റെ സർക്കിൾ ചെറുതാക്കി ഒരു മല്ലു കമ്മ്യൂണിറ്റിയുടെ കൂടുതൽ നിന്നാല് ഇത്രയും എനിക്ക് അക്വയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇനി നിങ്ങൾ മല്ലു കൂടുതൽ അറ്റ്ലാസ്റ്റ് നിങ്ങൾക്ക് മല്ലു വേണമെന്നുണ്ടെങ്കിൽ അവിടെ മല്ലു ഉണ്ട്, മലയാളീസ് ഉണ്ട്, കേരളൈറ്റ്സ് ഉണ്ട്. ഐസർ ബെർഹംപൂർ ആയാലും വേറെ ഏത് ഐസർ ടി വി എം അല്ലാതെ ഐസറിലായാലും. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള എക്സ്പോസർ നിങ്ങളുടെ എന്താണ് പറയുന്നത് ക്യാരക്ടർ ഡെവലപ്മെന്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പൊട്ടൻഷ്യലിനെ വളരെയധികം അടിപൊളിയാക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആയിട്ടുമുണ്ട്. അപ്പൊ ഞാൻ
പേഴ്സണലി ഇങ്ങനെ പ്രിഫർ ചെയ്യുന്നത് അതർ ദാൻ ഐസർ ടി വി എം എടുത്തോ എന്നുള്ള രീതി. ഇനി പല ഐസർ ആസ്പിറൻസിനുള്ള ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, നമ്മൾ ഐസറിലേക്ക് വരുന്ന സമയത്ത് ഐസറിന് ശേഷമുള്ള ഓപ്പർച്യൂണിറ്റീസ്. പല ആളുകളും വിചാരിക്കുന്ന ഐസർ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സയൻസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഓൺലി ഓപ്ഷൻ ആഫ്റ്റർ ഐസർ എന്ന് പറയുന്നത് റിസർച്ച് മാത്രമേ ഉള്ളൂ, ഇവിടെ ജോലിയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈശ്വറിന് അതിലുള്ളൊരു സ്റ്റാൻഡ്? ആൻഡ് ഈശ്വർ ആഫ്റ്റർ ഐസർ എങ്ങോട്ടേക്കാണ് അല്ലെങ്കിൽ ഏത് രീതിയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്? ഇത് മുമ്പത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോളെ, ഇതൊരു മെന്റുകാരനാണ്, എല്ലാവരും പി എച്ച് ഡി എടുക്കുക, പി എച്ച് ഡി മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഐസറിന്റെ ഒരു കരിക്കുലം, അവരെ അക്കാഡമിക്സ് ഇത് ചെയ്തേക്കുന്നത് വളരെ സ്ട്രക്ചർഡും അല്ലെങ്കിൽ അത്ര സൂപ്പർ ആണ്. പല കുട്ടികളും സാധാരണ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും മറ്റേ കോളേജിലും പഠിക്കുന്നതിനൊക്കെ കുറച്ചുകൂടെ അട്രാക്റ്റഡ് ആവും പി എച്ച് ഡി ചെയ്യാൻ. കാരണം അവര് സബ്ജക്റ്റിൽ അവർ കുറച്ചുകൂടെ ഉറപ്പായിട്ട് നോളേജ് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാകും. അല്ലാതെ അവർക്ക് ആ ഒരു ഇതിൽ കൂടുതൽ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള കൂടുതൽ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കുറച്ച് പേര് പി എച്ച് ഡിക്ക് പോകുന്നുണ്ട്. ഇത് പി എച്ച് ഡി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതൊരു തെറ്റാണ്. ഇത് ഇപ്പൊ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ കെമിസ്ട്രിയിലേക്ക് വളരെയധികം എന്താണ് പറയുന്നത്, ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ ഗേറ്റ് പോലുള്ള എക്സാമിനേഷൻ എഴുതിയ മറ്റേ ബാബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ള ഹോമി ജെ ബാബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളിടത്തോട്ട് നമുക്ക് സയന്റിസ്റ്റ് ലെവൽ ഓഫീസറായിട്ട്, സയന്റിസ്റ്റ് എ ലെവൽ, അങ്ങനെ കുറെ ഓഫീസറുണ്ട് അവിടെ ഓഫീസേഴ്സ് ആയിട്ട് കയറാം വിത്ത് ഹൈ സാലറി. അപ്പൊ ജോബ് ഉണ്ടോ അല്ലെന്ന് ചോദിച്ചാൽ ഈ IIT അല്ലെങ്കിൽ NIT പോലെ ഒരു പ്ലേസ്മെന്റ് സെല്ല് വെച്ചിട്ട് ആ ഒരു സിസ്റ്റം അല്ലെന്നേ ഉള്ളൂ. നമ്മൾ തന്നെ കണ്ടെത്തണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ഇത് ചെയ്യണം. PhD മാത്രം എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് ഇപ്പൊ ES എടുത്തു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ഏത് ഫീൽഡിലേക്കും പോകാം. ഇപ്പോ നമുക്കറിയാവുന്ന കുറെ പേര് ഇപ്പൊ ജർമ്മനിയില് അല്ലെങ്കിൽ ഓസ്ട്രേലിയയില് ES എടുത്തിട്ട് ഇതേപോലെ അവര് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്ന കുറെ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അപ്പൊ ഇത് PhD എന്ന് പറയുന്നത് മാത്രമേ തന്നെ. ഇനി എന്റെ കേസിലേക്ക് വരുമ്പോൾ എനിക്ക് പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമാണ് സിവിൽ സർവീസ് ഒരു ആഗ്രഹം. അപ്പോൾ എൻ്റെ ഇത് കഴിഞ്ഞുള്ള കാര്യം ഉറപ്പായും CSR നെറ്റ് എന്ന് എഴുതി ക്രാക്ക് ചെയ്യാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് സിവിൽ സർവീസിലേക്ക് കുറച്ച് പ്രിപ്പറേഷൻ തുടങ്ങാനാണ് ഇത്. സിവിൽ സർവീസിലേക്ക് പോകാനാണ് അൾട്ടിമേറ്റ്, അങ്ങനെയാണ് ആഗ്രഹം. അപ്പോ ഇവിടെ സിവിൽ സർവീസിലേക്ക് പോവാന്നുള്ളത് എത്ര കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഏതൊരു പ്രായം തൊട്ടാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞൊരു സ്വപ്നമൊക്കെ മനസ്സിലുള്ളത്? സിവിൽ സർവീസ് പണ്ട് പോലെയുള്ള സ്വപ്നമാണ്. ഒരു 4-5 ക്ലാസ് മുതലേ സിവിൽ സർവീസിലേക്ക് പോകണം. അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനാണ്. അപ്പോൾ അത് അങ്ങോട്ട് പോകാൻ തന്നെയാണ് അൾട്ടിമേറ്റ്ലി എന്നും ആഗ്രഹം. അപ്പോൾ അതാണ് എന്നും ഒരു സയന്റിസ്റ്റ്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലി പറയുമ്പോൾ എനിക്ക് ആ ഒരു രീതിയിലേക്ക് പോകാനാണ് കൂടുതൽ ആഗ്രഹം കൊച്ചിലെ മുതലേ. അപ്പൊ ഈ സിവിൽ സർവീസ് അല്ലെങ്കിൽ IAS IPS ഒക്കെ ആയി മാറണം എന്നുണ്ടെങ്കിൽ പല ആളുകളും ചൂസ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ്, അങ്ങനത്തെ സബ്ജക്റ്റിലേക്കാണ് സാധാരണഗതിയിൽ പോവാറുള്ളത്. അപ്പം സയൻസിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് കുറച്ച് റിഗറസ് ആയിട്ടുള്ള ഒരു 5 ഇയർ പ്രോഗ്രാം പഠിച്ചതിന് ശേഷം UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ളത് ഈശ്വർ കരുതുന്നുണ്ടോ? ഇതൊരു നല്ല ബുദ്ധിമുട്ടാണ്, വീണ്ടും വരും. കാരണം എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചോളം ഞാനൊരു വലിയ തെറ്റിദ്ധാരണ എന്ന് പറയും. ഹ്യൂമാനിറ്റീസ്, ഹിസ്റ്ററി, ജോഗ്രഫി എടുക്കുന്ന ഒരാൾക്ക് മാത്രം, അല്ലെങ്കിൽ അവരാണ് കൂടുതൽ പെർസെൻറ്റേജ്. അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഉൾപ്പെടെ പറയാം. വെങ്കട്ടരാമൻ ആയിക്കോട്ടെ, ദിവ്യാസ് അയ്യർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രേണുരാജ് ആയിക്കോട്ടെ, കേരളത്തിലെ ഇവരൊന്നും ഈ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അവരില്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഇപ്പൊ കൂടുതൽ MBBS കഴിഞ്ഞവര്, IIT ഇറങ്ങിയവര്, NIT ഇറങ്ങിയവര്, ഐസറിൽ ഇറങ്ങിയവര്, ഇപ്പൊ ഐസർ TVM തന്നെ ഇറങ്ങി പാസ് ഔട്ടായ, കെമിസ്ട്രിയിൽ നിന്ന് തന്നെ പാസ് ഔട്ടായ ഒരു ചേച്ചിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയായിരുന്നു, പേര് ഞാൻ ഓർക്കുന്നില്ല, കൊല്ലത്തു നിന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഹ്യൂമാനിറ്റീസ് എടുക്കണം, അല്ല, അത് വളരെ വലിയൊരു തെറ്റുകാരണം. പിന്നെ ഈ ഒരു ട്രെൻഡ് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിലുള്ള കോച്ചിങ്ങിൽ ഈ ജോഗ്രഫി അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഇതിന് നല്ല സാറുമാരുണ്ട് പഠിപ്പിക്കാൻ കേരളത്തിലെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ബേസിക്കലി ഈ ഒരു സാധനം എല്ലാവർക്കും അറിയാം, ഇവിടെ ഇത് നല്ലവണ്ണം പഠിപ്പിക്കും. അല്ലെങ്കിൽ കേരളത്തിലെ ഏത് സെന്ററിൽ പോയാലും നല്ലവണ്ണം പൊളിറ്റിക്കൽ സയൻസും ജോഗ്രഫിയും പഠിപ്പിക്കുന്ന ഒരുപാട് IAS കോച്ചിങ് സെന്റർ. അപ്പൊ കുട്ടികൾ
ഈ സയൻസ് എടുത്തിട്ടുള്ള കുട്ടികൾ പോലും ചിലപ്പോൾ അങ്ങനെ ഇവിടെ പഠിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ ആകുന്ന ഒരു 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 മാതൃകയാണ്. ഐസർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കെമിസ്ട്രി തന്നെ മേജർ എടുത്തുകൊണ്ട് ഐസർ എക്സാം, സിവിൽ സർവീസ് എക്സാം, നമുക്ക് UPSC എക്സാം എഴുതാം. കാരണം നമ്മൾ അത്രയും പഠിച്ചു, നമ്മൾ അത്രയും നല്ല സബ്ജക്റ്റ് നമുക്ക് വൈസ് നോളേജ് ഉള്ളപ്പോൾ നമുക്ക് എക്സ്ട്രാ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കൂടുതൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യം പോലും വരില്ല. കാരണം ഞാൻ പറഞ്ഞ ഈ ഐസറിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടും അല്ലെങ്കിൽ ഇത് ഉള്ളത് കൊണ്ടും. പിന്നെ ഇതിനകത്ത് വേറെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്രിലിംസ് മെയിൻസ് അങ്ങനെയാണല്ലോ UPSC യുടെ. പ്രിലിംസിനകത്ത് സയൻസ് സബ്ജക്റ്റിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് കുറവാണ്. സയൻസ് എന്ന് പറയുന്നതിന് അപ്പുറം പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമി. അപ്പോൾ ഈ മെയിൻസ് പ്രിലിംസ് കഴിഞ്ഞിട്ടല്ലല്ലോ ആരും മെയിൻസിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിലിംസിനൊപ്പം തന്നെ എല്ലാവരും മെയിൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രിലിംസിന് പഠിക്കുമ്പോൾ സയൻസ് സബ്ജക്റ്റിന്റെ ആംപിൾ ഓഫ് എന്താ പറയുന്ന ആ എമൗണ്ട് ഇച്ചിരി കുറവുണ്ട്. വീണ്ടും ഒരു എക്സ്ട്രാ പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇത് കുറെ പേര് ഇതേപോലെ ഇപ്പൊ മലയാളം എടുക്കുന്നു, കുറച്ച് പേര്, അല്ലെങ്കിൽ എക്കണോമിക്സ് എടുക്കുന്നു, അല്ലെങ്കിൽ ഇത് എടുക്കുന്നു. അത് പേഴ്സൺ ടു പേഴ്സൺ അത് മാറിക്കൊണ്ടിരിക്കുക. അല്ലെ, കേരളത്തിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഹ്യൂമാനിറ്റീസ് പോലുള്ള സാധനങ്ങൾക്ക് സപ്പോർട്ട് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് ഒരു ഇത് വരുന്നത്. വെങ്കട്ടരാമൻ എൻ്റെ കാലത്ത് 2 സബ്ജക്റ്റ് വേണമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ പേര്. അപ്പൊ അവരൊക്കെ കെമിസ്ട്രിയും ബയോളജിയും എടുത്തിട്ടാണ് വെങ്കട്ടരാമന്. അതുപോലെ രാജു നാരായണ സ്വാമി, പുള്ളിക്കാരൻ കമ്പ്യൂട്ടർ മാത്സും എടുത്തിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട്, അങ്ങനെയുള്ളവർ നല്ല വലിയ ടോപ്പ് പൊസിഷനിൽ തന്നെ IAS ആയിട്ടുള്ളത്. ഇത് ഒരു ഹ്യൂമാനിറ്റീസ് എടുത്തവന് മാത്രമേ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാവൂ. അത് വെറുതെ ഉള്ളൊരു ധാരണ, പൊട്ടതെറ്റ. അത് ഫോളോ ചെയ്യുന്നോണ്ടും അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പോലെ ഞാൻ പറയുന്നത്. ഇനി നമ്മളുടെ ഈ ഒരു പോഡ്കാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മളുടെ ഓഡിയൻസിൽ മിക്കവാറും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ലാസ്റ്റ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ് കഴിഞ്ഞു, ഐസർ ബർഹംപൂര് കിട്ടി, പക്ഷെ സ്റ്റിൽ എന്തോ ഒരു പേടി. എല്ലാവരും പറയുന്ന ഒരു മിസ്കോൺസെപ്ഷൻ ഐസർ ബർഹംപൂരിന് അറൗണ്ട് ഉണ്ട്. ഞാൻ ഐസർ ബർഹംപൂരിലേക്ക് തന്നെ പോണോ അതോ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് വിചാരിച്ചിരുന്ന് ടെൻഷൻ അടിക്കുന്ന ഒരു കുട്ടികളോട് ഫൈനലായിട്ടൊരു മെസ്സേജും കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് എന്താണ് ഈശ്വറിന് പറയാനുള്ളത്? നിങ്ങൾക്ക് ഐസർ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ, വലിയൊരു ഫാമിലിയിൽ ഇത്രയും വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എന്താണ് പറയുന്നത്, ഈ വളരെ വെൽ അറേഞ്ച്ഡ്, ഞാൻ പറഞ്ഞ പോലെ പഠിച്ചു കഴിഞ്ഞിട്ട് ഉടനെ പോയി ലാബ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിന് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഐസർ കിട്ടുന്നോ ചൂസ് ചെയ്തു. അത് ഞാൻ പറഞ്ഞു. ഐസർ ബർഹംപൂരെ കിട്ടുന്നെങ്കിൽ ഡോണ്ട് ഗോ ഫോർ അതർ എന്താ പറയുക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണ്ട. ഐസർ ബർഹംപൂരിന് ഞാൻ പറഞ്ഞ ട്രാൻസിറ്റ് പെർമനന്റ് എന്ന് പറഞ്ഞൊരു പ്രശ്നം അവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് അതും വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മേളിൽ കിട്ടുന്ന ഐസർ ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോക്കോ. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എന്റെ പേഴ്സണലായിട്ട് പറയുവാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് പറയുമ്പോൾ അതാണ് ഒരു ബുദ്ധിമുട്ട്. ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഒരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഞാൻ വന്ന സമയത്ത് വെച്ച് എനിക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് അത് വളരെ സ്പീഡി വേയിൽ ഇത് മാറി കഴിഞ്ഞു. അപ്പോൾ ഐസർ എന്ന് പറയുന്ന ഒരു ടാഗ് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീതിങ്ക് പോലും ചെയ്യേണ്ട. ഐസർ ബർഹംപൂർ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യും. ഈ മിസ്കൺസെപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ക്ലിയർ ആയിക്കോളും. പിന്നെ എല്ലാവരും അക്കാഡമിക്സിനെ വെച്ച് കമ്പയർ ചെയ്യണ്ട. എല്ലാവരും പറയുന്നു പൂനെയിൽ നല്ലോണം പഠിപ്പിക്കും, മൊഹാലിൽ നല്ലോണം പഠിപ്പിക്കും. അത് നമ്മുടെ ഒരു എഫേർട്ടും കൂടെ ആണല്ലോ. ഇതായിട്ട് പഠിപ്പിക്കുന്ന സാറുമാർക്കെല്ലാം ഒരേ ക്വാളിഫിക്കേഷൻസ്. ആരും ഐസർ പൂനെയിൽ കുറെ അങ്ങനെ അല്ല. എല്ലാ സാറുമാരും അങ്ങനെ ഒരു സാറുമാരുടെ മിടുക്കൽ സാറുമാർ പൂനെയിലെ മണ്ട സാറുമാർ അങ്ങനെയൊന്നും അല്ല. അപ്പോ നിങ്ങളുടെ മണ്ടത്തിനെ കാണിച്ച് ഐസർ ബർഹംപൂർ ചൂസ് ചെയ്യാതെ വേറെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇത് ചെയ്യാൻ പറ്റും. കാരണം അത്ര വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കരിക്കുലം. ഇനി നിങ്ങൾക്ക് മേളിൽ ഇങ്ങനെ ഒരു ഇൻകൺവീനിയൻസ് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ മേളിലുള്ള ഐസർ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേറെയുള്ള ഐസറിലേക്ക് ഇത് ചെയ്യാം. പിന്നെ സൗത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ളവർക്ക് പറയുള്ളതെന്ന് പറഞ്ഞാൽ അധികം നോർത്ത് ഇന്ത്യ അല്ല, പ്യൂർലി നോർത്ത് ഇന്ത്യ അല്ല ഒഡീഷ. സൗത്ത് ഇന്ത്യ ആയിട്ട് മോർ റിലേറ്റഡ് ആയിട്ട് ആന്ധ്രാപ്രദേശുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സൗത്ത് ഇന്ത്യൻ ഫീലും ബർഹംപൂർ കിട്ടുന്നതായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ സൗത്ത് ഇന്ത്യൻസിനോട്, മലയാളികളാണല്ലോ നമ്മുടെ കൂടുതൽ, നിങ്ങൾക്കൊരു സൗത്ത് ഇന്ത്യൻ ഒരു വൈബ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഒരു ആന്ധ്രാപ്രദേശിൻ്റെ ഒരു ബോർഡർ ഇത് ചെയ്യുന്നുണ്ട്. ബർഹംപൂർ കറക്റ്റ് ഒരു ബോർഡറാണ്. ആന്ധ്രാപ്രദേശ് കഴിഞ്ഞാൽ വിശാഖപട്ടണം ഒക്കെ കഴിഞ്ഞാൽ പലാസ, ബർഹംപൂർ ഒരു ബോർഡർ പോലെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സൗത്ത് ഇന്ത്യൻ വൈബും അവിടെ കിട്ടും. പിന്നെ മനോഹരമായ ഒരു ക്യാപിറ്റലുണ്ട് നമ്മുടെ ഒഡീഷയ്ക്ക്, ഭുവനേശ്വർ.
നിങ്ങൾക്ക് എല്ലാ രീതിയിലും എക്സ്പ്ലോർ ചെയ്യാം ഒഡീഷ ചെയ്താലും. അപ്പോൾ നിങ്ങളുടെ ആൾക്കാർ പറയുന്ന കുറച്ചൊക്കെ മണ്ടത്തരമുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻകൺവീനിയൻസ് ആണ് ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം. അല്ല അക്കാഡമിക്സ് ഒരു വ്യത്യാസമില്ല. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നമ്മളുടെ ഓഫീസിലേക്ക് എത്തി ഈ വളരെയധികം സമയമെടുത്ത് ഐസർ ബർഹംപൂരിനെയൊക്കെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദി. താങ്ക്സ് ഫോർ കമ്മിങ് ടു അവർ ഷോ.